Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമുക്കൊരു എന്നാ പറയുക ഒരു സാധാരണ മീൻകറി വെക്കാം എന്ന് ഞാൻ പറയും, പക്ഷെ പറയുകയില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഒരു മലബാർ ഫിഷ് കറിയാ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ചേരുവകൾ എന്നാക്കിയാന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി പച്ചമുളക്, തക്കാളി. ഇതിന് എന്നാണേലും കുടംപുളിയാ വേണ്ടിയേ, മറ്റേ വാളംപുളിയല്ല. പിന്നെ പുളി ചേർക്കുമ്പോഴത്തേനും ഒരു കാര്യമുള്ളൂ, ഓരോ പുളിക്കും ഓരോ എന്നാ പറയാ അതിൻ്റെ പുളി കൂടുതലാണ്, അന്നേരം അത് നോക്കിയേച്ച് വേണം അതിൻ്റെ കഷ്ണം ചേർക്കാൻ. പിന്നെ വേണ്ടത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉലുവാപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ, പിന്നെ ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ്. അത് ഈ ഒന്നാം പാലും വേണം, രണ്ടാം പാലും വേണം. അതെടുക്കുന്നത് നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇതിപ്പോൾ രണ്ടാം പാലാ. പിന്നെ വേണ്ടിയത് കുറച്ച് ഒന്നാം പാല്. അപ്പോൾ ഒന്നാം പാലിലൊരു ഞാനൊരു 3-4 അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് അരച്ച് ചേർത്തേക്കുക. അത് അരച്ച് വെച്ചേക്കുവാന്നേ ഒന്നാം പാലിനകത്തോട്ട് തന്നെ. പിന്നെ വേണ്ടിയത് ഇതിപ്പോൾ ഞാനിവിടെ ഇച്ചിരി നെമ്മീനാണ് മേടിച്ചേക്കുന്നത്. അതിപ്പോൾ ഇന്ന മീനൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ നമുക്കൊന്ന് എന്നാ പറയുക ആ റെസിപ്പി ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ മീൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇന്ന മീനൊന്നുമില്ല. എന്നാ പറഞ്ഞാൽ ഈ കൂട്ട് നത്തോലിയോ അല്ലെ പിന്നെ ചെറിയ മീനൊന്നും ഒക്കുകയില്ല. ഒരു ഇച്ചിരി മുഴുത്ത മീനൊക്കെ എടുത്തോ. പിന്നെ വേണ്ടിയതുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട, കറിവേപ്പില എന്തായാലും വേണം. ഇത് ഇല്ലാത്ത ഒരു മീൻകറി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. മാത്രമല്ല ഇതിനെ അവിടെ ഇരുത്തിയാൽ എനിക്ക് ഒരു പറ്റിയല്ല. ഇത് ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ അടുത്ത്, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. എത്ര നാളായി ഒരു കറിവേപ്പില കണ്ടിട്ട്. ഇതിനകത്ത് കടുകോ അങ്ങനെ ഒന്നുമില്ല. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കടുക് ഇട്ടേച്ചാലും മതി, പക്ഷെ ഞാൻ ഇടുവേല കേട്ടോ. എന്നാലും നമുക്ക് ആ എണ്ണയിലൊന്ന് വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ തന്നെ എണ്ണ നല്ലതായിട്ട് തെളിയും. തെളിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക് അല്ലേ. പിന്നെയും കടുക് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടേസ്റ്റായി മാറും. നമുക്ക് മലബാറി ഫിഷ് കറി തന്നെ വേണ്ടേ, അന്നേരം പിന്നെ കടുക് ഒന്നും ചേർക്കരുത്. ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരു ഇച്ചിരിയല്ല നല്ലോണം ഇച്ചിരി കറിവേപ്പില ഇട്ടേച്ച് അങ്ങോട്ട് വാങ്ങിയേച്ചാൽ മതി. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കാവുള്ളൂ. നമ്മൾ വെജിറ്റബിൾ ഓയിലൊന്നും നമ്മുടെ മീൻകറിക്കൊന്നും ഒക്കുകയില്ല. തനി നാടൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുവാന്നേൽ ഏറ്റവും സ്വാദ് വരുന്നത് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനത്തോട്ട് കടുക് ഇടുന്നില്ല. അതിന് പകരം ഇച്ചിരി ചെറിയ ഉള്ളി ഇടുക. ഇച്ചിരി അല്ല, നല്ലോണം ഇട്ടു. ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് നമുക്ക് മീൻ എന്തോരം ഉണ്ടോ അതനുസരിച്ച് വേണം ഇഞ്ചി ഇടാൻ. ഇതിപ്പോൾ ഞാനൊരു മുഴുത്ത കഷ്ണം അരിഞ്ഞിട്ടേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളകാന്നു ഞാനിപ്പോൾ വെക്കുന്ന കറിക്കുള്ള എരിവ്. കാര്യം എന്നാ വെച്ചാൽ ഞാൻ മുളക് പൊടി എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാന്നേ. അന്നേരം അതിന് അത്രയും എരിവ് വരുവേലല്ലോ. എൻ്റെ മീൻകറി വെക്കുമ്പോഴത്തേന് എരിവ് വരുന്നത് എപ്പോഴും പച്ചമുളക് കൂട്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്തോണം. സാധാ മുളക് പൊടി ആന്നേൽ പച്ചമുളക് കുറച്ചോണം. മുളക് പൊടിയെക്കാട്ടിലും ഞാൻ പറയുന്നത് കുറച്ച് പച്ചമുളക് തന്നെയാണ് കേട്ടോ മീൻകറിക്കൊക്കെ ഇച്ചിരി സ്വാദ് വരുന്നത്. ഇനി നമ്മുടെ ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് കിട്ടണം. ഒത്തിരി അല്ല, ഒത്തിരി വഴണമെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ബ്രൗൺ കളർ അത്ര എത്തണം. അതിൻ്റെ എന്നാ പറയുന്നത് ആ ഒരു പച്ചച്ചൊവ്വ എന്നൊക്കെ പറയുവേലേ, അല്ലെങ്കിൽ ആ റോ ടേസ്റ്റ് മാറിയേച്ച ആ ഉള്ളി ഒരു ഇച്ചിരി ഒന്ന് വേവണം, അത്രയോ.
പിന്നെ ഈ ഇഞ്ചിയും ഉള്ളിയുടെയൊക്കെ ഒരു വെളിച്ചെണ്ണയിൽ കിടക്കുമ്പോൾ മൂത്ത ഒരു മണം വരുമ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഈ ഉള്ളി ഞാൻ പറഞ്ഞ കൂട്ടി ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവണേ. ഉള്ളിയുടെ മണം ഇപ്പം എനിക്ക് ഇച്ചിരി വന്നു തുടങ്ങിയോണ്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കറിവേപ്പില ഇട്ട് കാണിക്കാം. ഇത് ഒന്നി തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ഇതള് തന്നെ ഒരു തണ്ട് തന്നെ ഇടണമെന്നല്ല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. പിന്നെ അന്നേല് ഉള്ളി ഒരു ഇച്ചിരി എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ആവണം. അത് ഈ കുറച്ച് നേരം എടുക്കുകയല്ലേ അത് ഒന്ന് ബ്രൗൺ ആവാൻ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കണം. ആദ്യമേ ടൊമാറ്റോ ചേർക്കണ്ട, അത് പിന്നെ ചേർക്കാം. അഥവാ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു എന്നാ പറയുന്നത് ഒരു 3 ടീസ്പൂൺ ഇടാൻ പോവാ നിറച്ച്. മറ്റേ സാധാ മുളക് പൊടി ആന്നേലും ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ ഒരു ഇച്ചിരി ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒത്തിരി ഒന്നും ഇടയില്ല, കഴിക്കും. അന്നേരം ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. 1/4 തന്നെ വേണ്ട, അതിനേക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ കുറച്ചോ. അന്നേച്ച് ഈ ഇട്ടേക്കുന്ന പൊടിയില്ലേ അതൊന്ന് ഇച്ചിരി മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഒന്നും എടുക്കുകയല്ല, അതിന് ഒരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ചട്ടി ചൂടാ, എണ്ണ ചൂടാ, എല്ലാം ചൂടായിരിക്കുന്നതുകൊണ്ട് പൊടിക്ക് എത്ര നേരം വേണോ അല്ലേ, അന്നേരം അത് ഇതേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്ത് തന്നെ അതങ്ങ് മൂത്തേ. എന്നേച്ച് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ 2-3 ഇതള് ടൊമാറ്റോ, അല്ലെങ്കിൽ ഒരു വലിയ ടൊമാറ്റോയാ മുറിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ പകുതി അതങ്ങോട്ട് അരിഞ്ഞിടുക. അന്നേച്ച് ഇതിനകത്തോട്ട് 2-ാം പാല്, രണ്ടാം പാലും ചേർത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോകുന്നത് ഞാൻ പുളിയും വിനീഗറുമാണ്. അന്നേരം നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർത്തായിരുന്നേ, അത് പുളിയാ. ചേർക്കാൻ പോകുന്ന കുടംപുളി പുളിയാ, പിന്നെ വിനാഗിരിയും പുളിയാ. അന്നേരം ഈ 3ഉം ബാലൻസ് ചെയ്ത് വേണം നമ്മൾ മീൻകറി ചേർക്കാൻ. ആദ്യം ഇച്ചിരി അങ്ങോട്ട് ചേർത്തേച്ചും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. എപ്പോഴും ഈ സമയത്താണോ നമുക്ക് ആ അളവൊന്ന് തെറ്റിപ്പോന്നേ. അന്നേരം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പുളിക്ക് ഒരു ഇച്ചിരി പുളി കൂടുതലാണ്, അന്നേരം ഞാൻ ഒരു കഷ്ണവേ ഇടത്തുള്ളൂ. പിന്നെ ഇത് നോക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ തിളച്ചേച്ചേ ഒന്ന് നോക്കിയേച്ചാൽ മതി. നോക്കിയതിന് ശേഷം മീനെ പിടിക്കാനും മാത്രം, മീനെ പിടിച്ചതിന് ശേഷം ബാക്കി ആ ചാറയിലൊക്കെ എന്തോരം ഉണ്ടോ നോക്കിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യാം. എല്ലാം ഇച്ചിരി ഇച്ചിരി ചേർത്താൽ മതിയേ. ഇനി ആന്നേല് ഇച്ചിരി ഉപ്പും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഇച്ചിരി തിളച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ എരിവ് ഇച്ചിരി കുറവാന്നേൽ പച്ചമുളക് ചേർത്തേച്ചാൽ മതി. ഇനി മുളക് പൊടി അഥവാ ചേർക്കണമെന്ന് തോന്നുവാന്നേൽ ഇച്ചിരി മൂപ്പിച്ചേച്ച് ചേർക്കണം. പിന്നെ ആണെങ്കിൽ ചാറ് കൂട്ടാനാണേൽ ഒരുപാടൊന്നും പാലെടുത്ത് ഒഴിച്ചേക്കരുത്. മീനിന് കണക്കാക്കിയ പാലെടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടേൽ നമ്മുടെ ആ മീൻകറിയുടെ സ്വാദങ്ങ് പോവേ. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുകയില്ല, ഞാൻ ഇടും കേട്ടോ. അതായത് മീൻകറി തിളയ്ക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ കറിവേപ്പിലയുടെ മണം ഒന്നും വരിവരുന്ന്. അവസാനം മീനാണോ കൂടുതൽ കറിവേപ്പിലാണോ കൂടുതലെന്നൊന്നും എന്നോട് പരാതി പറഞ്ഞേക്കല്ലേ. ചിലപ്പോൾ ഞാൻ വെക്കുന്ന കറിയിൽ ചിലപ്പോൾ കറിവേപ്പിലായിരിക്കും കൂടുതൽ. ഇച്ചിരി ക്ഷമിച്ചേക്കാം, അതിനോടൊരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി സമയം വേണേ. അത് എന്നാ പറയുന്നത്, നമ്മുടെ ആ
തേങ്ങാപ്പാല് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കഷ്ണം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഈ തിളക്കുന്ന സമയം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും അറിയാവേ ഗസ്റ്റിൻ്റെ കാര്യം പറയാൻ പോവാന്ന്. അത് തന്നെ കേട്ടോ, ഞാൻ ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മീൻകറി വിളമ്പുന്നതിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങ് ധൃതിയായി പോവും. അന്നേരം നമുക്ക് സമാധാനത്തിലൊന്നും പറയാൻ ഒക്കുകയല്ലോ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് തീരെ ചെറിയ കക്ഷിയൊന്നുമല്ല, ലോക പ്രശസ്തനാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആരായിരിക്കും എന്ന്. അത് ഇപ്പം പറയുന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പക്ഷേ കലാപ്രകടനം കൊണ്ടും ഒക്കെ സിനിമയിലൂടെയൊക്കെ അദ്ദേഹം വലിയൊരു മനുഷ്യൻ തന്നെയാണ്. അത് ഇപ്പം ഞാൻ പിന്നെയും പറയുവല്ലേ ആരാന്നേ. അത് ഒരിച്ചിരി നേരം എപ്പോഴും ഞാൻ പറയുവല്ലേ, അന്നേരം ഇനി എപ്പോഴും പറയുന്നത് കൊള്ളുവല്ല. അന്നേരം ഇനി ഇപ്രാവശ്യം എന്തായാലും നേരിട്ട് കണ്ടാൽ മതി. എൻ്റെ തേങ്ങാപ്പാല് തിളച്ചു, ഇനി നമുക്ക് മീനിടാവേ. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഇളക്കുക. പക്ഷെ അതൊന്ന് മീനോടുകൂടി നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീനെ അധികം നമ്മുടെ തവി ഉപയോഗിച്ചേച്ച് നമ്മൾ ഉപദ്രവിക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മീനാണെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോവേ. അതുകൊണ്ട് മീൻ ഇട്ടേച്ച് ഞാൻ അരപ്പിനകത്തോട്ടൊന്നാവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ചു, നല്ല മണം വരുന്നുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ചട്ടിയുടെ ഒരു എന്നാ പറയുന്നത് ആ ഒരു വെട്ടിൻ്റെ അത്രയും മാത്രമേ അരപ്പുള്ളൂ. എനിക്കത് മതി. ഇനി ഞാൻ ബാക്കി തലപ്പാലും കൂടെ ചേർക്കുമ്പോഴത്തേന് അതിനൊരു ഇച്ചിരി നല്ലതായിട്ട് എന്നാ പറയുക ഗ്രേവി കിട്ടും, അത് മതിയാവും. പിന്നെ എരിവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇത് അടച്ചിടുന്നതിന് മുമ്പ് ഒന്ന് ഇച്ചിരി ഉപ്പും പുളിയും ഒന്ന് നോക്കിയേച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തോണം, അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാന്നേലും അത് ഇച്ചിരി മൂപ്പിച്ചിടുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാൻ പോവാം. തേങ്ങാപ്പാലും ഒരു 3-4 അണ്ടിപ്പരിപ്പും കൂടെ അരച്ചതേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ ബാക്കി നമ്മൾ വെച്ചേക്കുന്ന ടൊമാറ്റോയും കൂടെ. മീനെ ഉപദ്രവിക്കാതെ വേണം ആ ചട്ടി ഒന്ന് ഇളക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഇങ്ങനെ പിടിച്ചേച്ച് ഒന്ന് ചുറ്റിച്ചേച്ചാലും മതി. ഇനി ഇതധികം തിളയ്ക്കാനൊന്നും അനുവദിച്ചേക്കരുത്. അതിന് കൂടി തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു പച്ചയ്ക്ക് 3-4 കറിവേപ്പിലയും കൂടി ഇട്ടേക്കണം. ഇതിപ്പോൾ സത്യം പറയാലോ അല്ലേ, എൻ്റെ മീൻകറി കണ്ട മീനാണോ കൂടുതൽ കറിവേപ്പിലയാണോ കൂടുതലെന്ന് അറിയാൻ പറ്റുകയില്ല. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ അത് ശരിയല്ല. പക്ഷെ എന്നാലും എന്നാ ചെയ്യാനല്ലേ, കറിവേപ്പില എത്ര അടുത്തിരിക്കുന്നോ അത്രയും ഞാൻ ഇട്ടുപോകും. എന്നോടൊന്ന് ക്ഷമിച്ചേക്കൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ചൂടാവാൻ വേണ്ടി നമുക്കൊരു 5 സെക്കൻഡ്സ് ഒന്ന് അടച്ചിട്ടേക്കാം. ഇവിടെ മലബാറി ഫിഷ് കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പ ഞാൻ വെച്ചതേ ഉള്ളൂ, ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞേ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാവോ, ഞാനൊരു സസ്പെൻസ് ഇട്ടേക്കുമല്ലായിരുന്നു. അന്നേരം ആ സസ്പെൻസ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അടുക്കളയിൽ വെച്ചൊന്ന് പൊളിഞ്ഞു പോയി. പക്ഷേ ഞാൻ അറിഞ്ഞു, പക്ഷെ ആളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇതുവരെ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, അതാരാന്ന് അറിയണ്ടേ. നമസ്തേ ചേട്ടാ. നമസ്തേ, നമസ്കാരം. ഞാൻ ചേട്ടൻ്റെ കാര്യം നമ്മുടെ പ്രേക്ഷകരോട് ഒരു സസ്പെൻസ് ഇട്ടേക്കുമായിരുന്നു. ഞാൻ മിക്കവാറും എവിടെ പോയാലും സസ്പെൻസ് ആയിട്ടാണ്. അതെന്നാ ചേട്ടാ അങ്ങനെ സസ്പെൻസ് ഇടുന്നേ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ആയാലും മിക്കവാറും ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കണം. കാരണം ഈ ഒളിച്ചു വെക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് നമ്മൾ എടുത്ത് അയ്യോ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല.
ഞാൻ ഇവിടെയൊക്കെ നടന്നപ്പോ ആനിയനെ കണ്ടോ? ഇല്ലല്ലോ, ഞാൻ വർക്കിന്റെ തിരക്കിലായിരുന്നു. പക്ഷെ ഞാൻ ഇതെല്ലാം നടന്ന് ഇതെല്ലാം നോക്കി കാണുന്നു. അന്നേരം പാത്രം കഴുകുന്നതിന്റെ ഇടയിലുണ്ടല്ലോ ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ഈ പാത്രം കഴുകുന്ന പരിപാടി. അന്നേരം എത്രയും വേഗം അതങ്ങ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലവേദന അങ്ങ് തരും. ആ നേരത്തിലേ കയറി പോകുന്നേ. അന്നേരം പിന്നെ ഞാൻ ശ്രദ്ധിച്ചുല്ലോ, ഉള്ള സത്യം പറയാലോ. ഇതൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ? ആന്നോ? കപ്പയും പിന്നെന്താണ്? ഇത് മലബാറി ഫിഷ് കറിയാ ചേട്ടാ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് 1 വർഷത്തേക്കുള്ളതുണ്ട്. അയ്യോ, ഈ പാത്രത്തിൽ ഈ കപ്പ വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ? ഈ പാത്രത്തിന്റെ ഷേപ്പ് ഒരു കപ്പലിന്റെ ഷേപ്പാണ്. കപ്പലിൽ ഒരു കണ്ടെയ്നർ കപ്പ അലങ്കരിച്ച് എന്റെ നേരെ ഒഴുകി വരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ കമ്പയർ ചെയ്തല്ലോ, പക്ഷെ അതിലൊരു അർത്ഥവും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഞങ്ങളുടെ ആനീസ് കിച്ചണിൽ അത്രയും നിറവാന്ന് കൂട്ടിക്കോ. അതെന്തായാലും അത് നമുക്ക് കാണുമ്പോൾ, കാരണം മധുസാറിനൊക്കെ വന്നപ്പോ ഇത് അദ്ദേഹത്തിന് കൈവെക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ വന്നപ്പോ കുഴപ്പമായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, എന്തായാലും നിരാശപ്പെടുത്തണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. അതെന്താന്നറിയോ ചേട്ടാ, ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അന്നേരം പിന്നെ ചേട്ടൻ എന്തായാലും കഴിച്ചു. ഒരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കപ്പയും മീനുമാണല്ലോ ഉണ്ടാക്കിയത്. ഈ കപ്പയും മീനും എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ ഒരു തനത് വിഭവമാണ്. കോട്ടയംകാരി ആയതുകൊണ്ട്, ഞാൻ കോട്ടയംകാരനായതുകൊണ്ടും ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? ഇല്ലാന്ന് പറയുന്നില്ല. കാര്യം എന്നാന്നോ, കോട്ടയംകാർക്ക് അല്ലെങ്കിലും ഇറച്ചി മീനോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാണ്, പ്രത്യേകിച്ച് കപ്പയും മീനും. സത്യമാ. പക്ഷെ അവിടുത്തെ കറിയല്ല ഇത് മലബാർ കറിയാ. അവിടുത്തെ ഒരു ചുമന്ന കറിയല്ലേ. കോട്ടയത്തിന്റെ ഒരു പ്രത്യേകതകളുണ്ട്, അതറിയോ? ഏറ്റവും കൂടുതൽ ഷാപ്പുകളിലൂടെ ഈ സാധനം വിറ്റഴിക്കുന്ന ഒരു പക്ഷെ നമ്മുടെ കോട്ടയായിരിക്കും. അല്ലേ? കുമരകത്തുനിന്ന് അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന് ഒരു കോട്ടയംകാരൻ വരുമ്പോ നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റില്ല. സത്യ. പക്ഷെ എന്നറിയോ, ഇതിന് മുന്നേ കോട്ടയംകാരൊക്കെ വന്നു വെച്ചും ഈ സത്യം ആരും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇതിപ്പോ കാണുന്ന പ്രവാസി മലയാളികളുണ്ട്. ഈ ഒരു ഐറ്റത്തോട്, പ്രത്യേകിച്ച് കോട്ടയത്തുനിന്ന് പോയിട്ടുള്ള അവരുടെ വായിലിപ്പോ കപ്പൽ ഓടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം അത് ഒരു നൊസ്റ്റാൾജിയാണ്. അല്ലെങ്കിൽ തന്നെ ചേട്ടൻ, ഞാനൊരു കാര്യം ചോദിച്ചേ, ചേട്ടൻ ഇപ്പം ഇത്രയൊക്കെ എന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ, ചേട്ടന്റെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാ? ഭക്ഷണ രീതി ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഇത് കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ ഭയങ്കര രുചിയുടെ ആളാണ്. എന്ത് കഴിച്ചാലും ഇപ്പോൾ അത് നന്നായിട്ട് രുചിയോടുകൂടി, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെറിയ രുചി വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ അതങ്ങ് മാറ്റി വയ്ക്കും, കഴിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആണ്. അതായത് ഒരു ഇഡ്ഡലി, ചിലപ്പോൾ ഒരു ദോശ, ഭയങ്കര വിശപ്പോടെ 2 ഇഡ്ഡലി, അങ്ങനെയൊക്കെ. പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാവും, കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ ശരീരത്തിന്. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട്. വൈകുന്നേരം ചിലപ്പോൾ ചപ്പാത്തി. ഒരു നോൺ ഉച്ചയ്ക്ക് വേണം. നോൺ അങ്ങനെ ഭയങ്കര നിർബന്ധമില്ല. മീനോ? പക്ഷേ വെജ് തന്നെ ആയിക്കഴിഞ്ഞാൽ മടുപ്പായി. പിന്നെ ഒരു നോൺ വേണമെന്ന് പറഞ്ഞാ പോരെ? അല്ല, അങ്ങനെയല്ല. അടുപ്പിച്ചിപ്പോ 5 ദിവസം ഉണ്ട്. 5 ദിവസം നമ്മൾ കൂട്ടിക്കും. 5 ദിവസത്തെ നമുക്കിപ്പോ ഞായറാഴ്ചയൊക്കെ എന്തായാലും നോൺ വരും, ശനിയാഴ്ച. ബാക്കി എല്ലാ ദിവസവും വെജ് വന്നാൽ പണിയാ, മടുപ്പായി പോകും. ശരിയാ. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും തലേ ദിവസത്തെ മീൻചാറയിലും ഉണ്ടേ നമ്മൾ സന്തോഷമായിരിക്കും. അതാ, മീനൊന്നും വേണ്ട, ചാറയിലും കിട്ടിയാൽ മതി. പിന്നെ മീനിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ ഇരിക്കും തോറും നന്നാവും. സത്യവാദം. ആ ചട്ടിയെ വെച്ച് വറ്റിച്ചെടുക്കുവാന്നേല് എന്റെ രുചിയും കേറും. തമാശ പോലെയല്ല, കോമഡി പോലെയല്ല. പല കോമഡിയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു മടുപ്പായി, ലാസ്റ്റ് ഇല്ലാണ്ടായി പോകും. സാമ്പാർ പോലെയാ. പക്ഷേ മീനെന്നൊക്കെ പറയുന്നത് പാട്ടുകാരെ പോലെയാ, ഗായകൻ. കാരണം പാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ഏത് പഴയ പാട്ട് എത്ര തവണ പാടിയാലും നന്നായിട്ട് പാടുക ചെയ്യും, എവർഗ്രീൻ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കലയും ഇതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഉപമിക്കാൻ പറ്റും. ശരിയാ, സത്യമാ. അത് ഇപ്പോഴാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു. ഇതുവരെ ഞങ്ങൾ ഇത്രയും എന്താ പറയാ ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചു പോലുമില്ല. ഇപ്പൊ അടുത്ത എപ്പിസോഡില് വേറെ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോ ആനി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, ഞാൻ കൊടുത്ത ചില ടിപ്സ് ആണ് ഓർത്താൽ മതി. പക്ഷെ അതിലൊരു കാര്യം ഞാൻ പറയാൻ ചേട്ടാ, സത്യമായിട്ട് പറയാം, എനിക്ക് അങ്ങനെ ഒരു എന്നാ പറയുന്നത്, ചേട്ടൻ പറഞ്ഞു തന്നേലും ഞാൻ അതേപോലെ തന്നെ പറയത്തുള്ളൂ. അങ്ങനെ അല്ലാതെ ഞാനൊന്നും പറയല്ല. ഞാനായിട്ടോ കുഴപ്പമുണ്ടോ എന്റെ തല ഇരുന്നോട്ടെ, ഒരു സേഫ്റ്റി സോണും കൂടെ വെച്ചിട്ടാണ്. പിന്നെ കുഴപ്പമുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം അജയ് ചേട്ടൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലോ, അജയ് ചേട്ടൻ തന്നെ സമ്മതിച്ചതല്ലേ എല്ലാം. അതെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. താങ്ക് യു. അജയ് ചേട്ടാ, ഇപ്പൊ ഇവിടെ ഇങ്ങനാന്ന് പറഞ്ഞു, പക്ഷെ അജയ് ചേട്ടൻ മറ്റു സിനിമയിലൊക്കെ, അതായത് തമിഴ് തെലുങ്കൊക്കെ ചെയ്യുമ്പോഴത്തേന് അവിടെയൊക്കെ ഭക്ഷണ രീതി എന്നാ ചെയ്യും?
തമിഴ് പടം ചെയ്യാൻ ആദ്യം പോയപ്പോഴും ഒരു രസാവഹമായിട്ടുള്ളൊരു അനുഭവമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ വന്ന് പ്രൊഡക്ഷനിലുള്ള ചിലർക്കൊക്കെ നമ്മളെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പറ്റുന്ന തരത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം തമിഴ് പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു വലിയ ആർട്ടിസ്റ്റ് ആരോ വന്നിട്ടുണ്ട്, കോമഡിയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻ റോളൊക്കെ ഡിഷും എന്ന് പറഞ്ഞ പടമാണ്. ആ പടം ചെയ്യുമ്പോൾ ഞാനും അതിനകത്തൊരു ഉപനായകനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഡയലാമോ എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടൊക്കെയുള്ള ആ സിനിമ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഫസ്റ്റ് ഡേ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് വന്നേക്കുക. വന്നപ്പോൾ എൻ്റെ അത്രയും പൊക്കമുള്ളൊരു കുഞ്ഞിക്കിണർ, മറ്റേ ഞാൻ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ അത്രയും തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉപകരണങ്ങൾ വേറെ ഉണ്ട്, അതായത് കറികളൊക്കെ വേറെയാണ്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനിടയ്ക്ക് നിന്നപ്പോൾ അതുപോലത്തെ തന്നെ ഒരു സാധനം നിൽക്കുന്നുള്ളതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എന്തിനും തമാശക്ക് എന്നൊന്ന് പൊളിക്ക് തുറക്ക് അഴിക്കെന്ന് പറഞ്ഞു. അങ്ങനെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മറ്റേ ബൊഫേ സിസ്റ്റം പോലെ ഓരോന്നിന്റെ അടുത്ത് നമുക്ക് ഓരോന്നെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനകത്തുനിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം. കണ്ടമാനം സാധനങ്ങളുണ്ടാവും. നമുക്കിപ്പോ തമിഴരുടെ ഭക്ഷണം അറിയാമല്ലോ, പറയാതെ തന്നെ. ഷാജിയേട്ടനോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞു തരും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയാ, അവർക്ക് ഓരോരോ ഐറ്റംസ് എത്ര മാത്രം ഐറ്റംസ് ഉണ്ടാക്കിയാലും മതിയാവില്ല. നമ്മുടെ തെലുങ്കിലേക്ക് അങ്ങനെ ഞാൻ അധികം പോയിട്ടില്ല. നമ്മള് തമിഴ് കൊണ്ട്, കാരണം അവിടെ വരെ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. കുറെ പടങ്ങൾ ചെയ്തത് തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ തെലുങ്ക് ഒരു പക്കാ തെലുങ്ക് പടം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തെലുങ്ക് എനിക്കറിയാം. പക്ഷെ തമിഴ്നാട്ടില് ചില കാര്യങ്ങൾ, ചില രുചികളിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. അവരിപ്പോ നമ്മളിവിടെ കറിവേപ്പിലയാണ് മിക്കവാറും മല്ലിയില ആയിരിക്കും അവിടെ കൂടുതലും. പക്ഷെ എനിക്ക് മല്ലിയിലയോട് അത്ര വലിയ താല്പര്യം ഇല്ല. നമുക്ക് അല്ലേലും നമ്മുടെ നാട്ടിലൊക്കെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എടുക്കുമ്പോൾ DDT ഇട്ട പോലെ അത് പറയും. അതിനൊരു അങ്ങനത്തെ ഒരു സ്മെല്ല് മല്ലിയിലൊക്കെ അല്ലേ. നേരെ സാമ്പാറിനാന്നേലും ഒരു ഇച്ചിരി കൂടുതലാ ഇവിടെ എല്ലാം. കറിവേപ്പിലൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന കൂട്ടെ ഒത്തിരി കാണത്തുള്ളൂ. അവിടെ ഒന്നും കാണുമ്പോ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. കറിവേപ്പിലയുടെ ചെടി മറിഞ്ഞെടുക്കുന്നല്ലേ. സത്യമായി ചേട്ടാ, ഇത് എനിക്ക് പലതവണ കേട്ടിട്ടുണ്ട്. എന്താന്നറിയോ, ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, എനിക്ക് മീൻകറിയിലും കപ്പയിലും ഒക്കെ ഉണ്ടല്ലോ നിറയെ കറിവേപ്പില ഇട്ടില്ലേ വലിയൊരു ഏനക്കാടാ. സത്യവാ, എനിക്ക് അത് എന്റെ അടുത്തിരുന്ന ഞാൻ ഇട്ടുപോകും. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കഴിക്കൽ വളരെ കുറവാണെങ്കിലും ഇത് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഇതെങ്ങനെയാണ് ഭയങ്കര നിരീക്ഷകനാണ് ചേട്ടാ. ഈ സിനിമയിലാണെങ്കിൽ ഈ ഭക്ഷണ രംഗങ്ങളിലൊക്കെ ചേട്ടൻ്റെതായിട്ട് ചില കോൺട്രിബ്യൂഷൻസ് ചെയ്യാറുണ്ട്. ഓരോ സീനില് ചേട്ടൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ എന്തേലും അങ്ങനെ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ 2020. അപ്പോൾ അതിനകത്ത് ദിലീപേട്ടന് ഭയങ്കര ആഗ്രഹമാണ് എന്നെ അതിനകത്ത് ഒരു സീനിലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണം. കാരണം അവൻ നമ്മുടെ ആളാണല്ലോ. അതുകൊണ്ട് അവനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പടത്തിൽ ഒഴിവാക്കുന്ന എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഒന്നുമില്ല, ഒരു ചായക്കട സീനുണ്ട്, അതിനകത്ത് നീ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു തമാശ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഐഡിയ പറഞ്ഞു, എനിക്കൊരു പുട്ടുണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പുട്ടോ എന്ന് ചോദിച്ചു. അല്ല, ഒരു പുട്ട് കിട്ടിയാൽ നല്ലതായിരിക്കും, അത് ഇച്ചിരി ഓവർ സൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പെട്ടെന്ന് ആർട്ടിൻ്റെ ആൾക്കാരെ ആ ഡയറക്ടർ പെട്ടെന്ന് പോയിട്ട് ഒരു പുട്ട് ഈ വലിപ്പോട്ട് മനസ്സിലായോ, ഒരു പുട്ടുണ്ടാക്കി നല്ല ആവി പറക്കുന്ന അതിഗംഭീര ഒരു പുട്ടും കൊണ്ടുവന്നു. അപ്പോൾ ആ പുട്ടിങ്ങനെ എടുത്ത് ഞാനിങ്ങനെ കൊണ്ടുവരുക, ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ സെൻ്റേട്ടൻ മാറി നിന്നിട്ട് നോക്കുന്നുണ്ട്, ഇതിലും ഭേദം നിനക്ക് കൂപ്പിൽ തടി പിടിക്കാൻ പറ്റും, അതായിരിക്കുമല്ലോ എളുപ്പം. അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരുപാട് ആൾക്കാർക്ക് മിക്കവാറും ഞാൻ ചെല്ലുന്നിടത്തേക്ക് ഞാൻ തന്നെ കുറേ തമാശകളൊക്കെ ഉണ്ടാക്കും. നമ്മളെ തമാശ നമ്മൾ തന്നെ ഉണ്ടാക്കണം, പിന്നെ വേറെ ആൾക്ക് തമാശ ഉണ്ടാക്കാനുള്ള സ്പേസ് കൊടുക്കാറുണ്ട്. എന്നിട്ടും അതിനകത്ത് ചില കൂട്ടുകാർ ടിനിയൊക്കെ ഭയങ്കരമായിട്ട് തമാശകൾ ഉണ്ടാക്കാറുണ്ട്. ശരിക്കും അത് പറഞ്ഞപ്പോഴാ ടിനി ചേട്ടനും അജയ് ചേട്ടനും തമ്മിൽ ഭയങ്കര വേവ് ലെങ്ത് അല്ലേ. അതെനിക്കൊന്ന് ധർമ്മജൻ ചേട്ടനും അല്ല, ലെങ്ത് കൂടുതൽ അവനാണ്, എനിക്ക് ലെങ്ത് കുറവാണ്. ഭയങ്കര വേവ് ലെങ്ത് ഒക്കെ അവനെ എന്നെ വെച്ചിട്ട് അവൻ തമാശ കളിക്കാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു തമാശ ഉണ്ടാക്കാൻ ഒരു കാരണം വേണ്ടേ, അതിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ, സെറ്റ് പ്രോപ്പർട്ടി പോലെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് എത്രയോ കാലമായി ഷോയും അതുപോലെ. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയേ? ഞങ്ങൾ കണ്ടുമുട്ടിയത് സ്റ്റേജ് ഷോയ്ക്ക് വെച്ച്, അതായത് യുവജനോത്സവ മത്സരം 91 ആണോ 92 ആണോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മത്സരിക്കാൻ വേണ്ടി വരിക, മിമിക്രി. അപ്പോൾ ഇദ്ദേഹം മഹാരാജാസിൻ്റെ ആളാണ്. മഹാരാജാസിൻ്റെ ആൾക്കാർക്ക് ഇച്ചിരി ചാടയും ഗമയൊക്കെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എറണാകുളത്ത് നടക്കുന്ന മത്സരമാണ്.
അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ ഒത്തിരി ഹൈറ്റ് ഒക്കെ കൊണ്ട് നല്ല മിടുക്കനായിട്ടൊരാൾ വന്ന സമയത്ത് പുള്ളിയുടെ മുട്ട് എൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് തട്ടിയപ്പോൾ ഞാൻ ഹലോ താഴെ ചില ആൾക്കാരൊക്കെ ഉണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ ബാഡ്ജൊക്കെ കുത്തി നിൽക്കുന്നത് ചെസ്റ്റ് നമ്പറൊക്കെ കുത്തിയിട്ട് എന്നെ നോക്കിയൊരു പുച്ഛഭാവമൊക്കെ ഇപ്പം വന്നിട്ട് എന്ത് ചെയ്യാന്നൊക്കെ ഉള്ള രീതി. അങ്ങനെ പുള്ളി മിമിക്രി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് വന്നപ്പോൾ 1ാം സ്ഥാനം ആർക്കാ ഊഹിക്കാവോ? അല്ല, സലീം കുമാരൻ. സലീമേട്ടൻ 1ാം സ്ഥാനം, എനിക്ക് 2ാം സ്ഥാനം, ടിനിക്ക് 3ാം സ്ഥാനം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് പത്രത്തിലൊക്കെ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ശരിക്കും ആ മുട്ടൊരു മുട്ട് തന്നെയായിരുന്നു. ഇപ്പം ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ മുട്ട് വെച്ചെൻ്റെ മുട്ടിയിട്ട് എനിക്ക് വേദനെടുത്തപ്പോൾ ഞാൻ ഹലോ അപ്പൊ അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസ് ആദ്യം കോട്ടയം നസീർക്കയുടെ ട്രൂപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദർശിക്കയുടെ ട്രൂപ്പിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ച് ട്രൂപ്പ് ഇട്ടു. ചേട്ടാ, ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് വരുന്ന ഒറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എത്താൻ ഒക്കുകയല്ല. എപ്പോഴും പിടിച്ച് ഓടിക്കതച്ചൊക്കെയാ കയറി ചെല്ലുന്നത്. അത് പല പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കും വരുന്നത്. പക്ഷെ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് അതിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ആ ഷോയിലുണ്ടെങ്കിൽ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. അതെങ്ങനെ ചേട്ടാ ചെയ്യാൻ പറ്റുന്നത്? അതൊരു ഷൂട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് വെയിറ്റ് ചെയ്യും. പക്ഷെ ഒരു സ്റ്റേജ് ആണെങ്കിൽ ഓഡിയൻസ് വെയിറ്റ് ചെയ്യില്ല. നമ്മളെല്ലാം നമ്മുടെ സാമ്പത്തികമൊക്കെ പറഞ്ഞ് കണക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അഡ്വാൻസ് മേടിച്ചിട്ട് എത്തുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ എത്തിയേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചില സമയത്ത് ചില എന്താ പറയുക, പണ്ട കാലത്തൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളമായിരുന്നില്ല, വളരെ ചെറിയ പൈസയായിരുന്നു. ആ സമയത്ത് ഈ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലം വരുന്ന പ്രോഗ്രാമുകളൊക്കെ മിക്കതും എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോഗ്രാം കുഴപ്പമാവും. കാരണം ഈ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ മാറ്റം വന്നാൽ ലാസ്റ്റത്തെ പ്രോഗ്രാമിന് കുഴപ്പമാവും. അങ്ങനെ 4 പ്രോഗ്രാം എടുത്തു ഒരു ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കി. മുഴുവൻ എൻ്റെ ആക്രാന്തമല്ല, 3 എണ്ണം എൻ്റെ ആക്രാന്തം, പിന്നെ 1 എണ്ണം എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രോഗ്രാം അവനായിരുന്നു. അങ്ങനെ ആദ്യത്തെ പ്രോഗ്രാമിന് ഞാൻ അറ്റൻഡ് ചെയ്തു. 2ാമത്തെ പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. പുള്ളി 1 മണിക്കൂർ പ്രസംഗിച്ചു. അതോടുകൂടി എൻ്റെ സംഗതി മുഴുവൻ കഴിഞ്ഞു. 3ാമത്തെ പ്രോഗ്രാം കഴിഞ്ഞ് 4ാമത്തെ പ്രോഗ്രാമിന് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിൻ്റെ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് 3:30 മണിയായി. കൂന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും, മീൻകാർ കടന്നു പോകുന്ന ആ സമയത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുഴപ്പമായി. അന്നേരം ഞാൻ കേൾക്കുന്നുണ്ട്, പക്രൂനെ ഒന്നും ചെയ്യണ്ട, ബാക്കി എല്ലാവന്മാരും ഇടിച്ചോ എന്നൊക്കെ പറയുന്നത് വണ്ടിക്കകത്ത് കേൾക്കാം. അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത ആൾ എൻ്റെ സീറ്റിൻ്റെ ഇപ്പുറത്തിരിക്കുക. അപ്പോൾ ഡോറ് പോലും തുറക്കാതെ ഇവിടെ ഇരുന്ന ആളെ അവരങ്ങ് വലിച്ചെടുത്തു ആൾക്കാർ, എൻ്റെ കൂട്ടുകാരനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അവരോട് പറഞ്ഞു, എന്ത് ശിക്ഷയാണ് അവന് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അവനെ കൊല്ലരുത്, ഞാൻ പ്രോഗ്രാം ഇന്ന് തന്നെ നടത്തിത്തരാം, എഗ്രിമെൻ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്തിരിക്കുന്നത് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒന്നും അജയം പേടിക്കണ്ട, പക്രു വിഷമിക്കൊന്നും വേണ്ട, അവനൊരു ചെറിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇതാ കണ്ടോളാൻ പറഞ്ഞു. നോക്കിയപ്പോൾ വെളുപ്പിനെ 3:30 മണിക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനകത്ത് ഒറ്റയ്ക്കിരുന്ന് ക്യാരംസ് കളിക്കുക. 10:30 മണി കഴിഞ്ഞ് അനങ്ങാവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് വളരെ വിഷമത്തോടെ നോക്കുകയും ഇങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ അടുത്ത് സമയം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. കാരണം സ്റ്റേജ്, പിന്നെ ഈ നസീർക്കയുടെ ഒക്കെ ഒരു പരിപാടി ഉണ്ട് ഇതിനിടയ്ക്ക്. പുള്ളിക്കാരൻ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയിടയ്ക്ക് പോയിട്ട് വരുമ്പം ഞങ്ങൾ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പോൾ ഈ പുള്ളി ലേറ്റ് ആകുന്നതനുസരിച്ച് ഇടയ്ക്ക് കയറി അനൗൺസ് ചെയ്യണം ഞാൻ. അപ്പം ഞാൻ ആദ്യം പറയും, നമ്മുടെ പ്രിയങ്കരനായ നസീർക്ക 10 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറയും. അത് കഴിഞ്ഞ് ഞാൻ 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കയറി പറയും. 3ാമത്തെ പ്രാവശ്യം കയറിയപ്പം ഓഡിയൻസിൽ നിന്ന് പറഞ്ഞു, എപ്പോൾ വരുമെന്ന് പറയണ്ട, അവൻ എപ്പോൾ വരും, അവന് വേറൊരു പേരോട് പറഞ്ഞിട്ട് എപ്പോൾ വരുമെന്ന് പറ, മോൻ വരണ്ട. അങ്ങനെയും പറഞ്ഞ ചരിത്രമുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോഴല്ലേ ചേട്ടാ, അജയ് ചേട്ടൻ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ? ഐ മീൻ ഒരു പ്രത്യേക ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിലോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഗൾഫ് ഷോയിൽ ജയറാമേട്ടൻ, പ്രഭു സാറ്, അതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ, ബിജു മേനോൻ ചേട്ടൻ, കുറേ ആർട്ടിസ്റ്റുണ്ട്. അവരെല്ലാവരും ഉള്ളൊരു ഷോയിൽ ഞങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ പ്രോഗ്രാം തീർക്കണം, അതിനുശേഷം ഫുഡ് കഴിക്കണം, പെട്ടെന്ന് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങിക്കണം. അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഓഡിറ്റോറിയത്തിൽ ഈ സമയം എല്ലാം തെറ്റിച്ച് 12:30 മണിയൊക്കെ ആയപ്പോഴും ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര കൊട്ടിപ്പാട്ടും ഭയങ്കര അടിപൊളിയൊക്കെ ആയിരുന്നു.
താഴെ പോലീസ് വന്നു, CIDs വന്നു. അവിടുത്തെ ആരോ ചിലപ്പോൾ വിളിച്ചു പറയുകയെല്ലാം ചെയ്തിട്ടായിരിക്കും, ഡിസ്റ്റർബൻസ് എല്ലാം വന്നുകൊണ്ടാണോ അതോ അവിടുത്തെ നിയമം എന്താണെന്ന് അറിയില്ല. എന്തായാലും ആൾക്കാർ വന്നു, 3-4 പേര് ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഫുള്ള് ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു, ആരെയും വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജയറാമേട്ടൻ പ്രൊഫസർ മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അവർ അത് തുറന്നു വിട്ടില്ലായിരുന്നു അക്കാലത്ത് കുറേ സിനിമകൾ മുടങ്ങിയേനെ, കാരണം അത്രയും ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്പോൺസർക്ക് ഒരു ചെറിയ ഒരു ഐഡിയ തോന്നി. അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അത്രയും നേരം സീരിയസ് ആയിട്ടിരുന്ന ആൾക്കാർ എന്നെ കണ്ടോടുകൂടി ഭയങ്കര റിലാക്സ്ഡ് ആയി, ഭയങ്കര ചിരിയും തമാശയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ. അറബി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വാക്കേ അറിയുള്ളൂ, അസ്സലാമു അലൈക്കും, പിന്നെ കൈഫാല സെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ചിരിച്ച് കോമഡിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഷെയ്ക്കാൻ തന്നിട്ട് വിട്ടു. ടിനി ടോമിൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു. കത്തിയോ? അതന്നെ ആ കഥ ഒരുപാട് പറഞ്ഞ ഇന്റർവ്യൂല് അവിടെയും ഇപ്പൊ ഈ അത് കേട്ടിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മുറിച്ച് പറയാം, ഈ കപ്പയുടെ ഒരു ചെറിയ കഷ്ണം പോലെ. വേറൊന്നുമില്ല, അമേരിക്കൻ ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്നു അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി. ടിനിയുടെ നല്ല മനസ്സാണ്. ടിനി പറഞ്ഞു ഇങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു, ഹാൻഡ് ബാഗിൽ ഇട്ടു. ഇട്ടിട്ട് കയറി സ്കാൻ ചെയ്തു, ബീപ്പ് ചെയ്തു. 5 പേരെയും പിടിച്ച് മാറ്റി നിർത്തി. തുറന്നപ്പം എൻ്റെ നീളമുണ്ട് 2 കത്തി. അവൻ അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടി, മീൻ മുറിക്കാൻ കൊടുക്കാൻ വിട്ട. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകെ പ്രശ്നമായി. അപ്പോൾ ടിനിയോട് ചോദിച്ചു ആർ യു ടെററിസ്റ്റ്? അപ്പോൾ പറഞ്ഞു ഇവൻ യെസ്. ഇവൻ കേട്ടത് ടൂറിസ്റ്റ് എന്നാ. അപ്പോൾ സംഗതി കംപ്ലീറ്റ് പൊളിച്ചു. പിന്നെ ഞാനിങ്ങനെ താഴെ നിൽക്കില്ല, നിലത്ത് നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ ബാഹുബലിയിലെ യുദ്ധം വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. കാരണം അത്രയും ഈ ബൂട്ട്സിൻ്റെ സൗണ്ടാണ്, തോക്കുമായിട്ട് അവർ ഓട്ടി വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. വന്ന് എല്ലാം ഇങ്ങനെ നിൽക്കുക കംപ്ലീറ്റ് ഗണ്ണുമൊക്കെ ആയിട്ട്. പിന്നെ കോഴ്സ് എല്ലാം ഇവൻ എന്തൊക്കെയോ പറഞ്ഞു. ഇവനാകുമ്പോൾ ആ സമയത്ത് ശകലം താടിയും വെച്ചിട്ടുണ്ട്, കൂട്ടുകുരിയും ഉണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇവനോട് ചോദിച്ചു, ചോദിച്ചു ഇവനോട് ഹൂ ഇസ് ദ ടീം ലീഡർ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവൻ ഐഡിയ തോന്നിയത്. ഇങ്ങനെ നോക്കി താഴോട്ട് പണിച്ചപ്പോൾ ഞാൻ മഞ്ഞയുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക, ഈ ബാക്കിലായിട്ട്. മഞ്ഞയുണ്ട്, സിനിമാ നടി, മഞ്ഞയുടെ പുറകിലുണ്ട്. അപ്പം എൻ്റെ ഒരു എൻട്രി എങ്ങനെ. അപ്പോഴാണ് ഇവർ കാണുന്നത് ഇത്രയും വലിപ്പമുള്ള ഒരു ടെററിസ്റ്റ് ലീഡറെ. ഫുൾ സംഭവങ്ങൾ അതോടെ അങ്ങോട്ട് താന്നു. അല്ലായിരുന്നെങ്കിൽ ഇവനുണ്ടല്ലോ ജയിലിൽ കിടക്കേണ്ട ആളറിയോ? ടിനി ടോം എന്ന് പറയുന്ന നടനുണ്ടാവില്ല, ജയിലിലായിരിക്കും. അമേരിക്കൻ ജയിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. തിരിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ പൊക്കം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത രക്ഷപ്പെടുത്തൽ പറഞ്ഞാൽ ആനി ചിരിച്ചിട്ട് ഈ എപ്പിസോഡ് പോരാതെ വരും. അതുകൊണ്ട് ഇനി ഞാൻ രക്ഷപ്പെടുത്തൽ പറയുന്നില്ല. ശരിക്കും തിരിച്ചെന്നാലോചിച്ചു ടൂറിസ്റ്റ് എന്ന് ചോദിച്ചിട്ടേ. അതിനു മുമ്പ് വണ്ടിയിലിരുന്ന് എന്നോട് പറഞ്ഞു വാട്ട് അബൌട്ട് യു എന്നൊന്നും പറയരുതെന്ന് പറഞ്ഞു ഫ്ലൈറ്റിലിരുന്നിട്ട്. കാരണം സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ. വാട്ട് അബൌട്ട് യു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത ആളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് ആർ യു ടെററിസ്റ്റ് യെസ് എന്ന് പറഞ്ഞത്. എനിക്ക് ചിരിക്കാൻ കുറച്ച് സമയമാണെന്നാ പറയുന്നത്. ചേട്ടാ ഞാനേ എനിക്ക് കവളിന് കുറച്ചേരം റെസ്റ്റ് വേണം. അപ്പൊ അജയ് ചേട്ടൻ ഞാൻ ഇച്ചിരി ഭക്ഷണം വിളമ്പട്ടെ. എന്റെ കവളിന് റെസ്റ്റ് വേണ്ടെന്നാണ്. ആനിയുടെ കവളിന് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ കവളിന് റെസ്റ്റ് തരാതിരിക്കാനായിട്ട് വേണ്ടിട്ട് അതല്ല. എന്നാലും അജയ് ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇത്രയും സ്വാദായിട്ട് ഉണ്ടാക്കിയേച്ചേ, അജയ് ചേട്ടൻ ഒന്ന് അതിന്റെ സ്വാദ് നോക്കട്ടെ. നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. മീനൊക്കെ ചെറുത് മതി കേട്ടോ, വലുത് വേണ്ട. ഒരു കഷ്ണേ വെക്കുള്ളൂ, ചെറിയ കഷ്ണോ. കാരണം മീൻ ഉരുണ്ട് വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ നാണക്കേടാ. അത് വന്ന് ഇവിടെ ഇടിച്ച് നമ്മൾ താഴോട്ട് പോയി, അത് കുഴപ്പമായി. അത് വേണ്ടല്ലോ. ഇച്ചിരി കപ്പ കോട്ടയംകാരുടെ ഭാഷ ഇച്ചിരി അല്ലേ? ഇച്ചിരി ഉള്ള ഒരു ആർട്ടിസ്റ്റിന് ഇച്ചിരി കപ്പ. ഓ അങ്ങനെ. എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. അതായത് കൂടുതൽ വർത്തമാനം പറയും, എന്നിട്ട് ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ ഞാൻ വരുന്നു എന്നൊക്കെ അറിഞ്ഞ് ഒരുപാട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒത്തിരി
ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കും. ആള് വരുന്നതല്ലേ, കാരണം പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയയിലൊക്കെ ആണ് ഇങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ. അയ്യോ, ആഹാരത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ വെറൈറ്റി കാണുന്ന മലബാറിന്റെ ഏരിയയിലേക്ക്. ഞാൻ ഈ അടുത്ത് നമ്മുടെ സിറാജ് പയ്യോളി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, അവൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനാണ് റെഡിയാക്കി വെച്ചത്. അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ കോഴിയെ ഇങ്ങനെ പൊരിച്ചിട്ട് ഇരുത്തിയിരിക്കുക. എന്നിട്ട് കഴുത്തേൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോഴി ഒരു എതിരാളിയെ നോക്കുന്ന പോലെ എന്നെ. കാരണം ചില സമയത്ത് ഞാനിരിക്കുന്ന ഓപ്പോസിറ്റ് കോഴി നിൽക്കുക. എനിക്കൊരു ചമ്മ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നതാണ് തോന്നുന്നു. അതുപോലെ ഇരിക്കുന്നു ഇങ്ങനെ. അങ്ങനെ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഒരു കാര്യത്തിൽ പരാജയമാണ്. പരാജയമല്ല, തോൽവിയാണ്. ഞങ്ങൾ പക്ഷേ സന്തോഷം കൊണ്ടാവും ചേട്ടാ. പക്ഷെ മീൻകറിയും കപ്പയും നന്നായിട്ടുണ്ട്. ഞാൻ 3-4 സാധനം ഉണ്ടാക്കിയത് ഭയങ്കര പൊളിവായിപ്പോയി. വീട്ടിലോ എന്നതാ ചേട്ടാ പരീക്ഷ? ഞാൻ ഇതുപോലെ വന്നിട്ട് എന്തോ കപ്പ കൂട്ടിയിട്ടൊരു സംഭവം ഉണ്ടാക്കി. കപ്പ ബിരിയാണിയാണ്? കപ്പ ബിരിയാണിയല്ല, കപ്പ വെച്ചൊരു ചെറിയൊരു സാധനം. കടുക് വറുത്ത് വന്നപ്പോഴത്തേക്കിന് അതിനകത്ത് ഉഴുന്നുപരിപ്പിന് ഓരോ ഉലുവ ഇട്ടു. കയ്പ്പ്. അല്ല, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നോട് പറഞ്ഞു മേലെ ഇനി എന്റെ മുകളിൽ കയറരുതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഈ ഉലുവ പറക്കേണ്ടിയും വന്നു. ശിക്ഷ തിരിച്ചു ചെല്ലാൻ കഴിയുമ്പോഴും കുഴപ്പമാവും. കാരണം ചുമ്മാ കോമഡിക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യം പറയരുത് കേട്ടോ. ചേട്ടാ, ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ശരിക്കും ഗിന്നസ് പക്രു എന്ന് പറഞ്ഞിട്ട് പേരിലാണ് കുറച്ചുകൂടെ പ്രശസ്തനായിരിക്കുന്നത്. അന്നേരം ഈ ഗിന്നസിന്റെ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് കിട്ടി, ഗിന്നസ് റെക്കോർഡ്സ് ആയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും അതിന്റെ ആ ഡീറ്റെയിൽ ഒക്കെ ചേട്ടനോട് ചോദിച്ചാൽ അറിയാമല്ലോ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ചില കുഴപ്പങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ടത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ കയറ് വലിച്ചു കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ നടന്ന് 3-4 പ്രാവശ്യം 3-5 പേര് മരിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴോട്ട് ചാടുക, ഒന്നുമില്ലാതെ, സേഫ്റ്റി ഒന്നുമില്ലാതെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇത്രയും റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അവർക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ ആ സിനിമയാണ് ശരിക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടേണ്ടത്. കാരണം ഒരു രാജ്യത്ത്, ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും ആൾക്കാർ, അതായത് 360 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ. അപ്പോൾ അത്രയും ആൾക്കാരെ വെച്ചൊരു സിനിമയെന്ന് പറയുന്നത് ഒരു റെക്കോർഡ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ചില ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ എക്സ്ക്യൂസ് ചെയ്ത് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ സ്ക്യൂസിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ വട്ടമിട്ടിട്ട് ചോദിച്ചു, ഇത് സ്ക്യൂസിംഗ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്ക്യൂസ് അല്ല, ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കണ്ടുപിടിച്ച കാര്യമാണ് ഒരു വലിയ നായകൻ ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്ത ലീഡ് റോൾ ചെയ്ത ചെറിയ നായകൻ. അങ്ങനെ ഞാൻ പോലും അപേക്ഷിക്കാതെ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. എന്നെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് BBC അവിടെ നിന്ന് UK എന്ന് വന്നിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ ദൈനംദിന കാര്യങ്ങളും സിനിമയിലെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അവർ ആണ് ഇത് അയച്ചത്. അങ്ങനെ സത്യത്തിൽ ഒരു ചെലവും ഇല്ലാതെ, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഗിന്നസ് ബുക്കിൽ കയറിയ ആള് ഞാനാ. ആ റെക്കോർഡും ചിലപ്പോൾ എനിക്കായിരിക്കും. റെക്കോർഡ് വന്നപ്പോഴാണ് അറിയുന്നത് നമുക്ക് കിട്ടിയെന്ന്. അത് നമുക്ക് ആ ഒരു റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരുപാടുണ്ടോ ചേട്ടാ? പിന്നെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റൊക്കെ ഫ്രീ ആണ്, ബിസിനസ് ക്ലാസ് ഫ്രീ ആയിരിക്കും. നമ്മളെവിടെ ചെന്നാൽ നമുക്ക് VIP ലോഞ്ച് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് മാസം ഇത്ര രൂപ, ഒരു നല്ലൊരു തുക നമുക്ക് ബാങ്കിലേക്ക് വരും. ഇതൊക്കെയായിരുന്നു ഞാനും ആഗ്രഹിച്ചത്. ഒന്നുമില്ല, ഇതൊന്നും ഇല്ലേ? ഏതെങ്കിലും ഒരു പലചരക്കടയിലെ പറ്റുബുക്കിനകത്ത് ഇടം പിടിച്ച ആ കടക്കാരനേലും നമ്മളെ വിളിക്കും. ഇതൊന്നും ഇല്ലേ? ചുമ്മാ പേരും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് വെച്ച് വേണമെങ്കിൽ കാശുണ്ടാക്കിക്കോണം പണിയെടുത്ത്. അയ്യോ, ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ. ആണോ? ഞാനീ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇപ്പോൾ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഗിന്നസ് ബുക്കിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നിട്ട് ഇവൻ ഉണ്ടാക്കിയതാന്നുള്ള രീതിയിലാണ്. ഒന്നുമല്ല. അപ്പൊ ഇവരുടെ വക ഒരു കാര്യം ഓസ്കർ അവാർഡിനൊന്നുമില്ലല്ലോ, ഉണ്ടോ? ആ ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഓസ്കർ അവാർഡ് പോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അത്രേ ഉള്ളൂ. അതിനുള്ള നമ്മളിപ്പോൾ പുറത്തൊക്കെ ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ചെല്ലുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഗിന്നസ് റെക്കോർഡ് കയറിയ ആളാന്ന് പറയുമ്പോൾ അവരുടെ ഭാവമൊക്കെ മാറും. ഭയങ്കര VIP ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിക്കാൻ പറയും. ഇവിടെ നമ്മുടെ നാട്ടിലോ? ഇന്ത്യയിൽ. എന്നുവെച്ച് ആധാർ കാർഡ് ഇതെല്ലാം മേടിച്ച്, പാൻ കാർഡ് എല്ലാം മേടിച്ചിട്ട് എന്തെല്ലാം നമുക്കിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും.
അവിടെ വേറെയാ ഡിഫറെന്റ് ആ, ഇവിടെ ഇന്ത്യ ഡിഫറെന്റ് ആ ചേട്ടാ, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഫ്ലൈറ്റിൽ പ്രിഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ഗിന്നസ് റെക്കോർഡ് എന്നാ ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന എനിക്കൊരു ഡൗട്ടുണ്ട്. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് അറിയാൻ മേലായിരുന്നു ചേട്ടാ സത്യം. ഇതിനിടയിൽ നമ്മുടെ കൂട്ടുകാരുണ്ട് KS പ്രസാദ് ഏട്ടനൊക്കെ പറഞ്ഞ്, അദ്ദേഹത്തിന് ട്രൂപ്പുണ്ട്, ഗിന്നസ് ട്രൂപ്പ്, കൊച്ചിൻ ഗിന്നസ്. ആ ട്രൂപ്പിൽ വർക്ക് ചെയ്താണോ എന്ന് എന്നോട് ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ ആ ദാസേട്ടനോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യുന്നു എന്ന്. അതൊക്കെ ചുമ്മാ ആക്കിക്കൊണ്ട് ചോദിക്കുന്നതായിരിക്കും. എനിക്കറിയില്ല, അങ്ങനെയുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ചോദിക്കും, നാണക്കേട് ചിലർ ചോദിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് റെക്കോർഡിന്റെ കാര്യം. അയ്യേ, ഞാൻ ശരിക്കും വിചാരിച്ച ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ നാഷണൽ അവാർഡ് ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും വലിയ അതുകൊണ്ടല്ല തിരിച്ച് എടുക്കേണ്ടി വരും. അയ്യോ അങ്ങനെയല്ല, ഞാൻ എന്താണെന്നറിയാം ചേട്ടാ, എന്റെ സംശയങ്ങളാ ഇതൊക്കെ. നമുക്ക് ബേസിക്കലി ഒരു അറിവില്ലേ ഇങ്ങനെ ഗിന്നസ് കിട്ടിയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് റെയർ ആണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യവുമല്ല. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചതാ. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറെ ഗസ്റ്റിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുക്കിങ്ങിന്റെ സംഭവമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു 500 ആയി 5000 ആയി, ഒരു 5500 എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും കുക്കറയിൽ കേരളത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി ഞാനൊരു കലക്കും എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കേട്ടതോടുകൂടി ആർക്ക് വേണം ഗിന്നസ്? ചുമ്മാ കൊള്ളൂലെന്നേ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ. നമുക്ക് വേണ്ടേ? അല്ല എന്തിനാ ഗിന്നസ് ഒക്കെ മേടിക്കുന്നത്? ഒറ്റ കാര്യമില്ല. പക്ഷെ വളരെ മോശമായിട്ടോ അങ്ങനെ ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത. പിന്നെ എന്നുവെച്ചാ ഈ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ലാതെയാണ് ടാക്സ് മേടിക്കാതിരുന്നാ മതിയായിരുന്നു. അതല്ല, ഈ കെട്ടിടത്തിന്റെ മേളിൽ നോക്കെ ചാടിയേച്ചേ ചുമ്മാ ഗിന്നസിന് വേണ്ടി കിടന്നു ഓടുന്നേ. എനിക്ക് ചിലർ ലെറ്ററൊക്കെ അയക്കും, ഇങ്ങനെയൊക്കെ പൈസ ഒക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ വെച്ചിട്ട്. ചില പാവങ്ങൾ, ചേട്ടാ എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാൻ യോഗ്യതയുണ്ടോ? അപ്പം ഞാനിങ്ങനെ താഴോട്ട് നോക്കും. അപ്പോൾ എന്താണ് പുള്ളിയുടെ ഒരു എന്താ ചെയ്യുന്നതെന്ന്. ഒരു കറി ഇല്ലാതെ ഞാൻ എത്ര വേണമെങ്കിലും ചോറുണ്ടോന്ന്. ഞാൻ മറുപടി കൊടുക്കും. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞാനും ഇതൊക്കെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കറിയൊക്കെ കൂട്ടി ചോറിടുന്നത്. ആനി പാവം കേട്ടോ, ഞാനിപ്പോ ഇത്ര നേരം കഴിച്ചോണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സത്യസന്ധമായി പറഞ്ഞാണ്, നിഷ്കളങ്കമായിട്ടുള്ള. ഇപ്പൊ എന്നെ തമാശ ഒന്നും അധികം നമ്മൾ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയായിരിക്കും. എനിക്ക് ഇഷ്ടമാണ് ചേട്ടാ ചിരിക്കാനൊക്കെ ഇഷ്ടം. പിടിച്ചോണ്ടിരിക്കുന്ന ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാ പറയുന്നത്. എനിക്ക് ചിരിക്കാനും ഇഷ്ടം, പാട്ട് കേൾക്കാനും ഇഷ്ടം. ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ചിരി. ചേട്ടൻ പാട്ട് പാടും? ഞാൻ പാട്ട് പാടും. കാരണം ഈ അടുത്ത കാലത്ത് ആർട്ടിസ്റ്റുകൾ പാട്ടിലേക്ക് ഇറങ്ങിയെന്നൊരു കാര്യം കിട്ടി. കാരണം കോമഡി കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ പറ്റുമല്ല, കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് സാധകം ചെയ്യാൻ തുടങ്ങി. കഴുത്തറ്റം വെള്ളത്തി വലിയൊരു ബക്കറ്റൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് ഇറങ്ങി ഇന്ന് ഭയങ്കര സാധകമാണ് സാരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഒരു പാട്ട് സംഘടിപ്പിച്ച് ഇപ്പൊ അത് പാടുന്നുണ്ട് ഇടയ്ക്ക്. അതിവിടെ പാടിക്കഴിഞ്ഞാൽ കപ്പയും മീൻ്റെ കൂടെ പാടാൻ പറ്റില്ല. അതൊന്നും അല്ലേ, പാട്ട് പാടും. മീൻ തിന്നോണ്ടിരിക്കുമ്പോ പാട്ട് പാടാൻ പാടില്ല, തൊണ്ടേ കുരുങ്ങും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. ഇതേത് കപ്പയാ? നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ, കോട്ടയത്തിൽ ഒരിക്കലും പാടരുത്. തിരുവനന്തപുരത്താണെങ്കിൽ ഒരിക്കലും പാടല്ലേ എന്ന് പറഞ്ഞേ, ചുമ്മാ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുവാന്നേ. പാട്ടൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. ഞാൻ വിചാരിച്ചു തയ്യാറെടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ എനിക്ക് 2 വരി കേൾക്കായിരിക്കും. 2 വരി വേണേ തരാം. 2 വരി മതിയോ? ഓ ധാരാളം. ജ്യൂസ് 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 അത് വേണ്ട, വേറെ പാടാം. കാരണം ഇത്രയും ചിരിപ്പിച്ച ആനിയുടെ ഭാവം മാറി. ഇനി ലാസ്റ്റ് അവസാനം ഞാൻ പാട്ട് പാടാത്തതുകൊണ്ട് ആ ഒരു മൂഡ് കളയണ്ട. ജോക്കർ എന്ന് പറഞ്ഞ സിനിമയിലെ ലോഹി സാറിൻ്റെ ആ സിനിമയാണ് എനിക്കൊരു, ഞാൻ ദിലീപേട്ടൻ്റെ ഒപ്പം ബ്രേക്കല്ല, ഒരു സിനിമയിൽ അഭിനയിച്ച 4 പേര് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച സിനിമ ആദ്യമായിട്ട് വിജയിച്ച ഒരു പടം ജോക്കറാണ്. ജോക്കറിലെ ലോഹി സാറിൻ്റെ ആ സെറ്റും അത് പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ, തമാശയാണ്, ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ പെൺവേഷം കെട്ടിയിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ കണ്ണാടിയെ നോക്കി കഴിയുമ്പോൾ കണ്ണാടി നോക്കിക്കൊണ്ട് 2 വരി പാടുന്നത്, അത് ഞാൻ പാടാം. എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളി പോലെ, മകരസൂര്യനോമനിക്കും മഞ്ഞുതുള്ളി പോലെ, മുത്തുമാല ചാർത്തി നിൽക്കും
ഇങ്ങനെയാ. താങ്ക് യു. നമ്മുടെ പൊതുവെ ഇൻഡസ്ട്രിയിൽ കുറെ കഥകൾ വരാറുണ്ട്. ഇപ്പൊ മുകേഷ് ചേട്ടൻ കുറെ കഥകൾ പറയാറുണ്ട്. അങ്ങനെ ഈ എന്നാലും കൊമേഡിയൻസിന്റെ ഇടയിൽ കുറെ കഥകൾ പാര കഥകൾ ഇറങ്ങാറുണ്ട് ഇല്ലേ? ചേട്ടൻ തന്നെ കുറച്ച് അത്യാവശ്യം പാര കഥകൾ ഇറക്കാറുണ്ട്. ശരിക്കും നമ്മൾ ഈ പാര ഇറക്കുന്ന പർട്ടിക്കുലർ വ്യക്തി ആ എരയുടെ മുമ്പ് തന്നെ ചെന്നൈ കഥ ഇറക്കിയിട്ട് ഈ കഥ പറഞ്ഞിട്ട് ആ എര പോലും ചിരിച്ചു പോയ കഥകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാനെപ്പോഴും കൂടുതലും പാരക്കഥകൾ കേട്ട് എന്നെ കുറിച്ച് തന്നെയാണ്. കാരണം ചില കഥകൾ കുറച്ച് സത്യം ഉണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വളർത്തി വലുതാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്റ്റേജിൽ നടന്നൊരു സംഗതിയാണ്. നമ്മുടെ ജയറാമേട്ടൻ്റെ ഷോയിൽ നാശിക്കൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് സ്കിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പഞ്ചപാണ്ഡവന്മാരുടെ സ്കിറ്റാണ്. ഭിക്ഷക്കാർ പഞ്ചപാണ്ഡവന്മാരായിട്ടാവുക. അപ്പോൾ ഒരാളുടെ കൈയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇതിലാണ്. അപ്പോൾ അതിനകത്ത് 4.5 പാണ്ഡവൻ്റെ ഉള്ളൂ. അതിൽ അരപ്പാണ്ഡവൻ ഞാനാണ്. 5 ഫുള്ളില്ല. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന ഇങ്ങനെ എൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വണ്ടിയില്ലേ, ഇങ്ങനെ കൈ ഇങ്ങനെ തിരഞ്ഞ് ബെയറിംഗ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അതിലാണ്. അപ്പോൾ എൻട്രൻസ്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ തുഴഞ്ഞ് വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് നകുല എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഒക്കെ ആയിട്ടുള്ള സാധനം ഭയങ്കര ഗൗരവത്തിൽ വരണം. കാരണം വേഷമൊക്കെ കിരീടമൊക്കെ ഇട്ട് ഗംഭീരമായിട്ടായിരിക്കും. പക്ഷെ വരുന്ന വണ്ടി ഇതിലാണ്. അപ്പോൾ ഇത് സ്റ്റേജ് വലുതാകുമ്പോൾ എല്ലാ സ്റ്റേജിലും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് വരെ ഒരു മടിയാണ്. അപ്പം ഞാൻ നമ്മുടെ ആർട്ട് ഡയറക്ടർ ഒരാളുണ്ട്, പുള്ളിയോട് പറഞ്ഞു ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടേക്കണം. ഒന്ന് തള്ളി വിട്ടാൽ കറക്റ്റ് അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പം ഈ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി ആക്ഷൻ. ഇത് കഴിഞ്ഞു അങ്ങനെ അൽനാസർ ലക്ഷലാൻഡിലെ സ്റ്റേജിൽ സ്ഥിരം തട്ടിവിടുന്ന ആളില്ല. പുള്ളി വേറെന്തോ പരിപാടിക്ക് പോയപ്പോൾ തൊട്ട് സൈഡിൽ നിന്ന ഒരാൾ, ആളോട് ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് തട്ടി വിട്ടേക്കണേന്ന് പറഞ്ഞു. അതിനെന്താന്ന് പറഞ്ഞു. സമയമായപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. ഇവൻ എന്നെ ഒരു തട്ടങ്ങോട്ട് തട്ടിയിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് റോക്കറ്റ് പോയ പോലെ ഞാൻ എങ്ങോട്ടോ ഇരുട്ടിലേക്ക് പോകുന്നവൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു ഊഹമുണ്ട്, ബെയറിംഗ് അല്ലേ വല്ല കുറവുണ്ടോ, സ്പീഡ് കൊണ്ടു. ഞാൻ സമയമായപ്പോൾ ചാടിക്കളഞ്ഞു. സ്റ്റേജിൻ്റെ സ്ഥലത്തി ഈ അരപ്പാണ്ഡവൻ ചാടുകയും ചെയ്തു. വണ്ടി ഓഡിയൻസിലേക്ക് ഒരു പോക്കാം. ഓക്കെ, എന്നിട്ട് ഈ 3 റൗണ്ട് അടിച്ചു അവിടെ കിടന്ന് കിരീടം എല്ലാം പോയിട്ട്. ഞാൻ ഡയലോഗ് പറയാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ നിന്ന് ആരെയും കാണുന്നില്ല. ചിരിച്ചിട്ട് എല്ലാവരും ഓടിക്കളഞ്ഞു. ജയറാമേട്ടനോടി, ബിജുവേട്ടനോടി, യൂസഫോടി, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഓടിക്കളഞ്ഞു. ചിരി വന്നിട്ട് 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഇത് നടന്ന കാര്യമാണ് മനസ്സിലായോ. ഇതിനെ ദിലീപേട്ടൻ ഒരു വളർത്തങ്ങ് വളർത്തി. ഞാൻ അവിടെ നിന്ന് വന്ന് വണ്ടി അങ്ങോട്ട് പോയി. എനിക്ക് പിടുത്തം കിട്ടിയത് ചില ലൈറ്റ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? മൂവി ചെയ്യുന്ന ലൈറ്റ്. മൂവി കേട്ട് ഇങ്ങനെ എന്തോ ഒരു സാധനം പറയും, ഇങ്ങനെയൊക്കെ കറങ്ങി. ഞാൻ അതേ കയറി പിടിച്ചു. ഇടിച്ചിട്ട് അതുമായിട്ട് മൽപ്പിടുത്തം. ആ വിഷ്വൽ ഓർക്കണം. എന്നാലും റെസ്ലിംഗ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര സംഭവം. അപ്പൊ അങ്ങനെ ഈ വീഴ്ച വരെ കറക്റ്റ് ആയിരുന്നു. ബാക്കി ഇങ്ങോട്ട് വളർത്തി കളഞ്ഞു. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട്. ബോട്ടിൽ കയറി ഞാനിങ്ങനെ നിൽക്കുക. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ, ലാൽജോ സാറ്, ദിലീപേട്ടനൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ഗൗരവത്തിൽ ഹൗസ് ബോട്ട് നിൽക്കുക. ദിലീപേട്ടൻ ഇങ്ങനെ നോക്കിയിട്ടു. അവൻ്റെ നിപ്പ് കൊണ്ട് അവൻ ടൈറ്റാനിക് കപ്പല. അപ്പം ഇതുപോലെ എന്നെ വെച്ച് കഥകൾ ഉണ്ടാക്കുക ഇവരുടെ പരിപാടി. പിന്നെ ആ വണ്ടി തള്ളിവിട്ട ആളെ കണ്ടില്ലേ? ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല. ഇന്നും ഞാൻ അവനെ അന്വേഷിക്കും. ഇന്നും അന്വേഷിച്ചോണ്ടിരിക്കുക. പിടിയിട്ടില്ല, മുങ്ങിയിരിക്കുക. എൻ്റെ മുമ്പേ വരത്തില്ല. ആ മുഖം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടല്ലേ ഇങ്ങനെ ചെറുതായിട്ട് തട്ടിവിട്ടാൽ മതി. ഇവൻ സച്ചിൻ ടെണ്ടുൽക്കർ 6 അടിക്കുന്നവരുടെ അടി അടിച്ചിട്ട് ഞാൻ പോകുമായിട്ട്. അതുപോലെ വേറൊരാളെയും ഞാൻ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. വേറൊരാൾ ലക്ഷദ്വീപിൽ പോയതാണ്. ലക്ഷദ്വീപിൽ ഞാൻ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഭയങ്കര ജനം, കംപ്ലീറ്റ് എവിടെ ചെന്നാലും. അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടിയായി അവിടുത്തെ നമുക്ക് എല്ലുന്നോലൊക്കെ ആയിപ്പോയി. എവിടെ ചെന്നാലും ഭയങ്കര ഇത് ഒക്കെ. അപ്പോൾ പലയിടത്തും ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ച് അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എല്ലാം നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്തിനൊരു ചെറിയ കസേരയും അതിലൊരു പട്ടൊക്കെ വിരിച്ച് ഇട്ടിരിക്കുക ഈ പുള്ളിയെ ഇരുത്താൻ വേണ്ടി എന്നെ. അങ്ങനത്തെ സംഭവം. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രത്യേകതയുള്ളവരൊന്നും ഇരിക്കാറില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ വീടിൻ്റെ പുറകെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഭയങ്കര ആരവമൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ വാതിക്കലേക്ക് ചെന്നപ്പോൾ ഭയങ്കര ബഹളം വന്നപ്പോഴേക്കും കാണുന്നില്ല എന്നാരോ പറയുന്നു പറഞ്ഞു.
അവന് ഒരുത്തൻ എന്നെ ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ പൊക്കി ഇങ്ങനെ പൊക്കിയതും ആ കട്ടളപ്പടിയിൽ എൻ്റെ തലയും കൂടി ഒന്ന് ഇടിച്ചിട്ട് ബോബന് മോളിക്കകത്ത് മുഴച്ച് വയ്ക്കുന്നത് അത് പുള്ളി വരച്ചതാ. ശരിക്കും എങ്ങനെ വരുവാനി വെറുതെ പറഞ്ഞല്ല. ഈ കപ്പയൊക്കെ ഉരുട്ടി വെച്ചേക്കുന്ന പോലെ നമ്മുടെ തലയിൽ വരും. എൻ്റെ അങ്ങനെ വന്നിട്ടുണ്ട്. അതും കൊണ്ടും ആ ഇടി കഴിഞ്ഞപ്പോൾ എന്നൊരു സൗണ്ട്. ഈ ശബരിമല മകരവിളക്ക് കുതിക്കുമ്പോൾ ആൾക്കാർ ബഹളം വെക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഇടി കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച് ആ മുഴയും കൊണ്ടാണ് തിരിച്ചിവിടെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞു ആൾക്കാരെല്ലാം നമ്മളെ കാത്തിരുന്നെന്താന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർക്ക് ഈ കടലിൽ നിന്ന് കയറി വരുന്ന പ്രത്യേകതയുള്ള ജീവികളോട് അവനെ ഞാൻ നോട്ടിട്ട് രണ്ടുപേരെ ഇതുവരെയും കിട്ടിയിട്ടില്ല പൊക്കിയവനെ. പിന്നെ ലക്ഷദ്വീപിലും അവനെ കണ്ടിട്ടില്ല. ഇന്നും അങ്ങനെ രണ്ടുപേര് നാട്ടപ്പുള്ളി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ആഹാരങ്ങൾ പറയുന്നതൊക്കെ കുറേശ്ശെയാണെങ്കിലും വെച്ച് തന്ന് ഇപ്പൊ പിന്നെ അളവൊക്കെ അറിയാം. ചില വിഭവങ്ങളൊക്കെ പറയുമ്പോൾ എന്നോട് ചോദിക്കും എന്തിന് അല്ല എനിക്ക് വെച്ച് തരുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നന്നായിട്ട് കഴിച്ചാൽ വെച്ച് തരാന്നൊക്കെ പറയും. മോളിപ്പോ 2ാം ക്ലാസ്സിൽ. മോളുടെ പേര് ദീപ്ത കീർത്തി. ഒരു പ്രത്യേക പേരാണല്ലോ ചേട്ടാ, എവിടെ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു? അത് ശബ്ദധാരാവലി സ്കൂളിൽ മലയാളത്തിന് നല്ല മാർക്ക് മേടിച്ചായിരുന്നു, ഫസ്റ്റ് കിട്ടി. അന്നേരം അവിടുത്തെ അധ്യാപകർ എനിക്ക് തന്നതാണ്. ആ പുസ്തകം ഇതുവരെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ കുറേ നല്ല പേരുകളുണ്ട്, അതിൽ നിന്ന് തപ്പിയെടുത്തൊരു പേരാണ് ദീപ്ത കീർത്തി. ഇച്ചിരി നീളമായിരുന്നോട്ടെന്ന് വെച്ചു. നല്ല പേരാട്ടോ. ചേച്ചിയോട് മോളോട് അന്വേഷണം പറയാ. തീർച്ചയായിട്ടും. പുതിയ പ്രോജക്റ്റ് എന്താ ചേട്ടാ? ഇപ്പോൾ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞ ദിലീപേട്ടൻ്റെ പടം, അത് ഓണത്തിന് വരുന്നുണ്ട്. പിന്നെ എൻ്റേതായ 2-3 പ്രൊജക്റ്റുകൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എഴുത്ത് നടക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. കുട്ടികൾക്കൊക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമല്ലേ, പിള്ളേർക്കൊക്കെ? അന്നേരം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സിനിമ? തീർച്ചയായിട്ടും. അടുത്തത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലൈറ്റ് സബ്ജക്റ്റ്, ഹ്യൂമർ ആയിരിക്കും. കഴിഞ്ഞത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവം ഞാൻ ചെയ്തു. ഫൈറ്റും ഒക്കെ ആയിരുന്നു, ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ. ഷാജിയേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞങ്ങളുടെ ഏരിയയിലാണല്ലോ കളിക്കുന്നത്, വെട്ടുപിടിക്കുന്നു പറഞ്ഞു. ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ നേരെ മാറ്റി നമ്മൾ മറ്റേ കുക്കുരി കുറുക്കാൻ ആറുവിട്ടായിരിക്കും. അതെന്നാ തുടങ്ങുന്ന ഷൂട്ടിംഗ്? ഉടനെ ചെയ്യണം. അതായത് അടുത്ത മാർച്ചിൽ റിലീസ് ചെയ്യുന്ന തരത്തിൽ, അത് കുട്ടികളുടെ അവധിക്കാലം, അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ്.